ഹലോ കുട്ടുമാസ്, അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിന്ന് രാവിലെ ഒരു അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഒരു ഉൾവിളി വന്നത്, മകളെ കുറേ ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്, ഒന്ന് വന്നൂടെയെന്ന്. എങ്കിൽ പിന്നെ രാവിലെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ രാവിലെ ഒരു 8-8:30 പോകാമെന്ന് പ്ലാൻ ചെയ്തേ. അവസാനം നമ്മൾ റെഡി ആയിട്ടൊക്കെ വന്നപ്പോൾ 9:30-10 മണിയായി. അത്രേ ആയുള്ളൂ കേട്ടോ, വലുതായിട്ട് നമ്മൾ താമസിച്ചൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് റെഡി ആയിട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ വാവ കൂടെ വന്നതിന് ശേഷം വാവയൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തിനേക്കാളും എന്തായാലും ലേറ്റാവും. അങ്ങനെ വാവ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ഇരുന്ന് ഉറങ്ങി. അങ്ങനെ അവസാനം നമ്മൾ കോവിലൊക്കെ എത്തിയിട്ടുണ്ട്. കോവിലിൽ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ചോറൂണ്, തുലാഭാരം, അങ്ങനത്തെ ഇതൊക്കെ ഇന്ന് നടക്കണമുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കോവിലൊക്കെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പൂക്കട ഉണ്ടായി. അങ്ങനെ പൂവൊക്കെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങാൻ ആഗ്രഹം. പിന്നെ അവിടെ നിന്ന് പൂവൊക്കെ വാങ്ങിയിട്ട് ഞാനും വാവയ്ക്കൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തിരിയും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ട് അമ്പലത്തിൽ കയറാൻ വേണ്ടി പോവേണേ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധമായ കൊല്ലങ്കോട് ക്ഷേത്രത്തിലാണ്. രണ്ടിൻ്റെയും ബോർഡർ, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രധാന നേർച്ചയാണ് തൂക്ക നേർച്ച. അത് എല്ലാ വർഷവും മീനമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടെ വെച്ച് തൂക്ക നേർച്ച. ഭാവിക്ക് അവിടെ വെച്ച് തൂക്ക നേർച്ച ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പിന്നെ അകത്ത് കയറി കൗണ്ടറിൽ നിന്ന് രസീതൊക്കെ എടുത്തിട്ട് അകത്ത് തൊഴാനൊക്കെ പോയി. കൊല്ലങ്കോട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ദേവിയാണ്. ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ തൂക്ക ദിവസങ്ങളിൽ ദേവി അപ്പുറത്തൊരു അമ്പലമുണ്ട്, അവിടെ ആയിരിക്കും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഈ അമ്പലത്തിലായിരിക്കും ദേവിയുടെ പ്രതിഷ്ഠ. അങ്ങനെ പിന്നെ നമ്മൾ ചുറ്റിയൊക്കെ തൊഴുതു. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം അകത്തൊക്കെ ഇരുന്നിട്ട് വീണ്ടും കറങ്ങിയൊക്കെ തൊഴുത്. പിന്നെ അവിടെ ആണെങ്കിൽ ഇന്ന് പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 പേര് പുറത്ത് പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വലിയ അമ്പലമാണ് കേട്ടോ, കറങ്ങി തൊഴാനൊക്കെ അത്യാവശ്യത്തിനുണ്ട്, വലിയ അമ്പലമാണേ. വിഷ്ണുവിന്റെ വാമഭാഗമായി ചോറ്റാലിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അതുപോലെ ഇന്ന് അകത്ത് ലേലം വിളി ഉണ്ടായിരുന്നേ. ദേവിക്ക് കിട്ടിയ പട്ട്, വിളക്ക്, അതുപോലെ സാരി, അതൊക്കെ ലേലം വിളിക്കും കേട്ടോ. സാരിയൊക്കെ നല്ല വില കുറവായിരുന്നു, 50 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ കൂടിയതും ഉണ്ടായിരുന്നേ. എനിക്ക് ലേലം വിളിക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് ലേലം വിളിയിൽ ഒരു സാരി വാങ്ങി. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ നമ്മളവിടെ തൊഴുതൊക്കെ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീം വണ്ടി നമ്മളെ മാടി വിളിച്ചേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയപ്പം കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അവസാനം ഞാനാണെങ്കിൽ ഒരു കുൽഫിയും ഒരു കോണും വാങ്ങി. ഞാനാണ് കുൽഫി വാങ്ങിയത്, ഒരു വെറൈറ്റി അല്ലേ എന്ന് പറഞ്ഞ് കുൽഫി വാങ്ങി. പക്ഷേ അത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കെട്ടിയുള്ളതുകൊണ്ട് കെട്ടിയതിന് കുൽഫി അടിച്ചേൽപ്പിച്ചിട്ട് കെട്ടിയതിൻ്റെ കോണ് ഞാൻ അടിച്ചു മാറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലേ. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും പെട്ടെന്ന് വെയിൽ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വെയിലായിരിക്കും, അപ്പോൾ പെട്ടെന്നായിരിക്കും മഴ വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ചെറിയൊരു കുഞ്ഞു മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ റോഡൊക്കെ അത്യാവശ്യം തിരക്കായിരുന്നു. സ്കൂൾ ടൈം, അങ്ങനത്തെ സ്കൂൾ ബസ്, അല്ലാത്ത ബസ്, അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോയാൽ മതി. എങ്കിലും നമ്മൾ പിന്നെ പോണ വഴിക്ക് നമുക്ക് 1-2 സാധനമൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ കയറി. ആ ടെക്സ്റ്റൈൽസ് നല്ല ടെക്സ്റ്റൈൽസിലായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല വില കുറവൊക്കെ ഉണ്ടായിരുന്നേ. അതുപോലെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് 1-2 സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. ബായ്.